Growth and development. Growth can be defined as an increase in size, length, height, and weight, or the changes in quantitative aspects of an organism. വളർച്ച എന്നത് ഒരു ജീവിയിൽ കാലക്രമേണ സംഭവിക്കുന്ന ശാരീരിക മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. സാധാരണയായി വലിപ്പം, നീളം, ഉയരം, ഭാരം അല്ലെങ്കിൽ അളക്കാവുന്ന മറ്റ് അളവിലുള്ള വശങ്ങൾ എന്നിവയിൽ വർധനവ് ഉൾപ്പെടുന്നു. പ്രായപൂർത്തിയാകുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിരീക്ഷിക്കാവുന്ന മാറ്റങ്ങളെ വിവരിക്കാൻ ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഡെവലപ്മെന്റ് ഇസ് എ സീരീസ് ഓഫ് orderly progression towards maturity. It implies overall qualitative changes resulting in the improved functioning of the organism. ഡെവലപ്മെന്റ് മറുവശത്ത് ഒരു ജീവജാലം അതിൻ്റെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്ന വിപുലമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു. കഴിവുകൾ, പെരുമാറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയിലെ ഗുണപരമായ മാറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് പക്വത, പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടൽ എന്നിവയിലേക്ക് നയിക്കുന്നു. വികസന പ്രക്രിയകൾ പലപ്പോഴും ക്രമാനുഗതമായ പുരോഗതിയുടെ സവിശേഷതയാണ്. കൂടാതെ ഒരു ജീവിയുടെ ജീവിതചക്രത്തിൻ്റെ ശാരീരികവും മാനസികവുമായ വശങ്ങൾ ഉൾക്കൊള്ളുന്നു. വളർച്ച അളക്കാവുന്ന ശാരീരിക മാറ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതേസമയം ഡെവലപ്മെന്റ് ഒരു ജീവിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന് കാരണമാകുന്ന ഗുണപരമായ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ഉൾക്കൊള്ളുന്നു. ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ്. ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ സൈസ്, വെയ്റ്റ്, നമ്പർ. വലിപ്പം, ഭാരം അല്ലെങ്കിൽ സംഖ്യയിലെ വർധനവ് പോലുള്ള അളവിലെ മാറ്റങ്ങൾ ഉൾപ്പെടുന്നു. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഗുണനിലവാരത്തിലെ ഗുണപരമായ മാറ്റങ്ങളും വ്യക്തിയിലെ മൊത്തത്തിലുള്ള മാറ്റങ്ങളും ഉൾപ്പെടുന്നു. ആൻഡ് ചേഞ്ചസ് ഇൻ ക്വാളിറ്റി. വൺ ഓഫ് ദി പാർട്ട് ഓഫ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് ശരീരത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും പ്രത്യേക വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡെവലപ്മെന്റ് ഓവറോൾ ചേഞ്ചസ് ഇൻ the individual. Growth is one of its part. ശരീരത്തിലെ മൊത്തത്തിലുള്ള മാറ്റങ്ങൾ വിവരിക്കുന്നു. Changes that take place in particular aspects of the body and behavior. Describes changes in the organism as a whole. Continue throughout life but stop with the attainment of maturity. കണ്ടിന്യൂസ് പ്രോസസ് ഫ്രം ഓം ടു ടോം. ജനനം മുതൽ മരണം വരെ വികസനം തുടരും. ചേഞ്ചസ് മേ ബി മെഷേർഡ്. ചേഞ്ചസ് മെഷർ ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ഒബ്സർവബിൾ. ചേഞ്ചസ് മെഷർ ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഒബ്സർവബിൾ ആണ്. ചേഞ്ചസ് ആർ ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ ആൻഡ് കനോട്ട് ബി മെഷേർഡ്, കാൻ ബി അസസ്ഡ്. മെഷർ ചെയ്യാൻ പറ്റില്ല, അസസ് ചെയ്യാനാണ് പറ്റൂ. മേ ഓർ മേ നോട്ട് ബ്രിങ് അബൌട്ട് ഡെവലപ്മെൻറ്റ്. പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ശാരീരിക മാറ്റങ്ങൾക്ക് അപ്പുറം വിശാലമായ വശങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ വളർച്ച ഇല്ലാതെ സംഭവിക്കാം. ഗ്രോത്ത് ആണെങ്കിൽ മൊത്തത്തിലുള്ള വികസനത്തിന് സംഭാവന നൽകാം, അല്ലെങ്കിൽ നൽകാതിരിക്കാം. മേ ഓർ മേ നോട്ട് ബ്രിങ് അബൌട്ട് ഡെവലപ്മെൻറ്റ്. വികസനത്തിന് സംഭാവന നൽകാം, അല്ലെങ്കിൽ നൽകാതിരിക്കാം. വികസനം വളർച്ചയെ ഉൾക്കൊള്ളുന്നു, എന്നാൽ ജീവിതത്തിലുടനീളം അറിവ്, വൈകാരിക പക്വത, സാമൂഹിക കഴിവുകൾ മുതലായവയിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു. Principles of development. There are 7 principles of development that have been put forth from the scientific knowledge gained from observing children. Principles of development. Principle of continuous development, principle of orderly development, principle of sequential development, principle of unique development, principle of interrelated development, principle of interaction of heredity and environment, principle of interaction and maturation and learning. Principle of continuous development. This states that development is a continuous process. Only disease or severe malnutrition may halt its continuity for some time. വികസനം ശാരീരികമോ വൈജ്ഞാനികമോ വൈകാരികമോ ആകട്ടെ കാലക്രമേണ വികസിക്കുന്നു. ഇത് വ്യത്യസ്ത ഘട്ടങ്ങളിൽ സംഭവിക്കുന്നില്ല, മറിച്ച് ജീവിതത്തിലുടനീളം തുടർച്ചയായ പ്രക്രിയയാണ്. സമയത്തിൻ്റെ ഇടവേളകൾ ഉണ്ട്. 1 വർഷം, 2 വർഷം, 4 വർഷം, 5 വർഷം. കുട്ടികളിലും മുതിർന്നവരിലും സാധാരണയായി കാണുന്ന വികസനത്തിൻ്റെ പൊതുവായ നാഴികക്കല്ലുകളെയോ ഘട്ടങ്ങളെയോ സൂചിപ്പിക്കുന്നു. ഇവ ഏകദേശ കണക്കുകളാണ്, കൂടാതെ വ്യക്തികൾക്കിടയിൽ പരക്കെ വ്യത്യാസപ്പെടാം. 2 വയസ്സായ കുട്ടിയിൽ ഉള്ള വികസനം 4 വയസ്സായ കുട്ടികളിൽ, 5 വയസ്സായ കുട്ടികളിൽ വരേണ്ട കൃത്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ.
വികസനം തുടർച്ചയായി നടക്കുമ്പോൾ രോഗങ്ങൾ അല്ലെങ്കിൽ കടുത്ത പോഷകക്കുറവ് പോലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പ്രക്രിയ താൽക്കാലികമായി തടസ്സപ്പെടുത്തുകയോ മന്ദഗതിയിലാക്കുകയോ ചെയ്യാം. ഉദാഹരണത്തിന് കുട്ടിക്കാലത്തെ പോഷകാഹാരക്കുറവ് ശാരീരിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയും വൈജ്ഞാനിക വികാസത്തെ ബാധിക്കുകയും ചെയ്യും. ജനിതക ഘടകങ്ങളും പാരിസ്ഥിതിക അനുഭവങ്ങളും സ്വാധീനിക്കുന്ന ചലനാത്മക പ്രക്രിയയാണ് വികസനം. കാലക്രമേണ നിലവിലുള്ളവയിൽ പുതിയ കഴിവുകൾ കെട്ടിപ്പിടിക്കുന്നതിലൂടെ ഇത് ക്രമേണ സംഭവിക്കുന്നു. അസുഖമോ പോഷകാഹാരക്കുറവോ ഉള്ള സമയങ്ങളിൽ പോലും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ വികസനം സാധാരണഗതിയിൽ പുനരാരംഭിക്കും. ജീവിതകാലം മുഴുവൻ ഒപ്റ്റിമൽ വികസനത്തെ പിന്തുണയ്ക്കുന്നതിന് വിദ്യാഭ്യാസം, ആരോഗ്യം, മനഃശാസ്ത്രം എന്നിവയിലെ സമീപനങ്ങളെ നയിക്കാൻ കഴിയും. പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർലി ഡെവലപ്മെന്റ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് ഡയറക്ഷൻ. സാധാരണയായി പൊതുവായതിൽ നിന്ന് നിർദ്ദിഷ്ട ദിശകളിലേക്ക് ആണ് വികസനം. 3 വയസ്സുള്ള കുട്ടികൾ സാധാരണയായി അടിസ്ഥാന മോട്ടോർ കഴിവുകൾ, ഭാഷാ വികസനം, സാമൂഹിക ഇടപെടൽ കഴിവുകൾ എന്നിവ വികസിപ്പിക്കാൻ തുടരുന്നു. 4 മുതൽ 5 വയസ്സുവരെ എണ്ണൽ, അടിസ്ഥാന വായന, സാമൂഹിക നിയമങ്ങൾ മനസ്സിലാക്കൽ തുടങ്ങിയ കൂടുതൽ പ്രത്യേക കഴിവുകൾ ഉയർന്നു വരാൻ തുടങ്ങുന്നു. 6 തൊട്ട് 7 വയസ്സുവരെ മോട്ടോർ കഴിവുകൾ എന്ന് പറഞ്ഞാൽ ചലനം, ഓട്ടം, ചാട്ടം, അതേപോലുള്ള കഴിവുകളിൽ കൂടുതൽ പരിഷ്കരണം. ഉദാഹരണം എഴുത്ത്. ഭാഷയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ, കൂടുതൽ സങ്കീർണമായ സാമൂഹിക ഇടപെടലുകൾ. ഇനി പ്രായം 8 തൊട്ട് 9 വരെ അക്കാഡമിക് കഴിവുകളിൽ തുടർച്ചയായ വികസനം, വർദ്ധിച്ച സ്വാതന്ത്ര്യം, കൂടുതൽ വിപുലമായ സാമൂഹിക കഴിവുകൾ. 10 തൊട്ട് 12 വയസ്സുവരെ പ്രായപൂർത്തിയാകുന്നതിന് ശാരീരിക മാറ്റങ്ങൾ, വൈകാരിക വികസനം, കൂടുതൽ സങ്കീർണമായ വൈജ്ഞാനിക കഴിവുകൾ എന്നിവയിലേക്ക് നയിക്കുന്നു. 13 ശേഷം കൗമാരത്തിൽ വ്യക്തിത്വം, സാമൂഹിക ബന്ധങ്ങൾ, ഭാവി ആസൂത്രണം എന്നിവയിൽ കാര്യമായ മാറ്റങ്ങൾ ഉൾപ്പെടുന്നു. ഓരോ ഘട്ടവും മുമ്പത്തേതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യക്തികൾ പക്വത പ്രാപിക്കുന്നതനുസരിച്ച് വിശാലവും അടിസ്ഥാനപരവുമായ കഴിവുകളിൽ നിന്ന് കൂടുതൽ സവിശേഷവും സങ്കീർണവുമായ കഴിവുകളിലേക്ക് പുരോഗതി കാണിക്കുന്നു. ഓരോ ഘട്ടത്തിലും വികസനത്തെ എങ്ങനെ ഫലപ്രദമായി പിന്തുണയ്ക്കാമെന്ന് മനസ്സിലാക്കാൻ അധ്യാപകരെയും മനഃശാസ്ത്രജ്ഞരെയും ഈ തത്വം സഹായിക്കുന്നു. Principle of sequential development. According to this, development follows a sequential pattern wherein puberty is achieved before full physical structure. നവജാത ശിശു ജനനം മുതൽ ഏകദേശം 2 വയസ്സുവരെ മോട്ടോർ കഴിവുകൾ, ചലനാത്മകമായ കഴിവുകൾ, സെൻസറി അവബോധം, ആദ്യകാല ഭാഷാ സമ്പാദനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശിശുക്കൾക്ക് അതിവേഗ വളർച്ചയും വികാസവും അനുഭവപ്പെടുന്നു. 2 വയസ്സാവുമ്പോൾ കൂടുതൽ സങ്കീർണമായ ഭാഷാ വൈദഗ്ധ്യവും അടിസ്ഥാന സാമൂഹിക ഇടപെടലുകൾ വികസിക്കുന്നു. 5 വയസ്സാകുമ്പോൾ വൈജ്ഞാനിക കഴിവുകൾ വികസിക്കുന്നു. പ്രായം 15 കൗമാരത്തിൽ ഗണ്യമായ വളർച്ച, ഹോർമോൺ മാറ്റങ്ങൾ, അമൂർത്തമായ ചിന്തകളുടെയും യുക്തിസഹമായ കഴിവുകളുടെയും വികസനം. മുതിർന്നവർ പ്രായപൂർത്തിയാകുമ്പോഴേക്കും ഏകദേശം 20 വയസ്സുവരെ ശാരീരിക വളർച്ച സാധാരണയായി പൂർത്തിയാകുകയും കൂടാതെ വ്യക്തികൾ പൂർണ്ണ ശാരീരിക പക്വത കൈവരിക്കുകയും ചെയ്യുന്നു. ഈ ക്രമം ശൈശവം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെ വികസനത്തിന്റെ പൊതുവായ രീതിയെ എടുത്തു കാണിക്കുന്നു. പ്രായപൂർത്തിയാകുന്നതും പൂർണ്ണമായ ശാരീരിക ഘടന കൈവരിക്കുന്നതും പോലുള്ള ചില ഘട്ടങ്ങൾ പ്രവചിക്കാവുന്ന ക്രമത്തിലാണ് സംഭവിക്കുന്നതെന്ന് ഊന്നി പറയുന്നു. Principles of unique development. Every child is unique. This states that even though there is a set pattern of development, every individual differs with regard to the time he achieves the changes. For example, all children crawl before standing, but the age at which they perform these activities is different. മിക്ക കുട്ടികളും കടന്നു പോകുന്ന കുട്ടികളിൽ നിൽക്കുന്നതിന് മുമ്പ് ഇഴയുന്ന രീതി, സാധാരണ പാറ്റേണുകളോ വികസന ഘട്ടങ്ങളോ ഉണ്ടെങ്കിലും കുട്ടികൾ ഈ നാഴികക്കല്ലുകൾ കൈവരിക്കുന്ന സമയവും വേഗതയും വളരെ വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് തനതായ വികസനത്തിന്റെ തത്വം ഊന്നി പറയുന്നു. ജനിതക മുൻകരുതലുകൾ, പാരിസ്ഥിതിക സ്വാധീനം, സന്നദ്ധതയിലും കഴിവുകളിലും വ്യക്തിഗത വ്യത്യാസങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ കാരണം ഈ വ്യതിയാനം സംഭവിക്കുന്നു. അടിസ്ഥാനപരമായി പൊതുവായ പാറ്റേണുകൾ പിന്തുടരുന്നുണ്ടെങ്കിലും ഓരോ വ്യക്തിയുടെയും വികസന യാത്ര അദ്വിതീയമാണെന്ന് ഇത് തിരിച്ചറിയുന്നു. Principle of interrelated development. This states that the 3 types of development that take place in an individual are social, mental and emotional. However, these 3 are interrelated and one doesn't exist without the other. സാമൂഹിക വികസനം. ഈ വശം വ്യക്തികൾ മറ്റുള്ളവരുമായി ഇടപഴകാനും ബന്ധങ്ങൾ വികസിപ്പിക്കാനും സാമൂഹിക ഘടനകൾ അന്വേഷിക്കാനും എങ്ങനെ എന്ന് പഠിക്കുന്നു. സാമൂഹിക ഇടപെടലുകൾ മാനസികവും വൈകാരികവുമായ അവസ്ഥകളെ സാരമായി ബാധിക്കും. ഉദാഹരണത്തിന് നല്ല സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക അനുഭവങ്ങൾ മാനസിക ക്ഷേമത്തിനും വൈകാരിക പ്രതിരോധത്തിനും സംഭാവന ചെയ്യുന്നു. മെന്റൽ ഡെവലപ്മെന്റ്. മാനസിക വികസനം വൈജ്ഞാനിക കഴിവുകൾ, പഠന പ്രക്രിയകൾ, ബൗദ്ധിക വളർച്ച എന്നിവ ഉൾക്കൊള്ളുന്നു.
പ്രശ്നപരിഹാരം, ന്യായവാദം, മെമ്മറി തുടങ്ങിയ കഴിവുകൾ ഇതിൽ ഉൾപ്പെടുന്നു. വ്യക്തികൾ സാമൂഹിക സൂചനകളോടും വെല്ലുവിളികളോടും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്നതിലൂടെ സാമൂഹിക ഇടപെടലുകളെ സ്വാധീനിക്കാൻ മാനസിക വികസനത്തിന് കഴിയും. ഇമോഷണൽ ഡെവലപ്മെന്റ്, സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും മറ്റുള്ളവരുമായി സഹാനുഭൂതി പ്രകടിപ്പിക്കാനുമുള്ള കഴിവ് വൈകാരിക വികസനത്തിൽ ഉൾപ്പെടുന്നു. വൈകാരിക ക്ഷേമത്തിന് സാമൂഹിക ഇടപെടലുകളെയും വൈജ്ഞാനിക പ്രവർത്തനത്തെയും സ്വാധീനിക്കാൻ കഴിയും. ഈ സംഭവ വികാസത്തിന് പരസ്പര ബന്ധിതമായ സ്വഭാവം ഓരോ മേഖലയിലെ പുരോഗതി മറ്റ് മേഖലകളിൽ പുരോഗതി വർദ്ധിപ്പിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യാം. ഉദാഹരണത്തിന്, ശക്തമായ സാമൂഹിക കഴിവുകൾക്ക് മികച്ച ആശയവിനിമയവും സഹകരണവും സുഗമമാക്കാൻ കഴിയും. ഇത് വൈജ്ഞാനിക വളർച്ചയെ പിന്തുണയ്ക്കും. പോസിറ്റീവ് വൈകാരിക അനുഭവങ്ങൾ പഠനവും പ്രശ്നപരിഹാര കഴിവും വർദ്ധിക്കും. Principle of interaction of heredity and environment. According to this principle, an individual is a product of his heredity and environment. ഒരു വ്യക്തിയുടെ വികാസവും സ്വഭാവ സവിശേഷതകളും രൂപപ്പെടുത്തുന്നതിന് പാരമ്പര്യം, പരിസ്ഥിതി ഘടകങ്ങൾ എങ്ങനെ ഇടപഴകുന്നുവെന്ന് പാരമ്പര്യത്തിൻ്റെയും പരിസ്ഥിതിയുടെയും പ്രതിപ്രവർത്തന തത്വം എടുത്തു കാണിക്കുന്നു. Even though the genes play an important role in determining the rate and quality of growth and development, the socio-cultural, emotional and physical environment has its own importance. പാരമ്പര്യം എന്ന് പറയുന്നത് മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച ജീനുകൾ, ശാരീരിക രൂപം, ചില രോഗങ്ങൾക്കുള്ള മുൻകരുതലുകൾ, അടിസ്ഥാന വൈജ്ഞാനിക കഴിവുകൾ തുടങ്ങിയ സ്വഭാവ സവിശേഷതകൾക്ക് സംഭാവന നൽകുന്നു. ജീനുകൾ വികസിക്കുന്നതിനുള്ള ബ്ലൂ പ്രിന്റ് നൽകുന്നു. ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട സ്വഭാവ സവിശേഷതകളുടെയും കഴിവുകളുടെയും സാധ്യത സ്വാധീനിക്കുന്നു. എൻവയോൺമെന്റ്, പരിസ്ഥിതി സാമൂഹിക, വൈകാരിക, ശാരീരിക ഘടകങ്ങൾ ഉൾപ്പെടെ എല്ലാ ബാഹ്യ സ്വാധീനങ്ങളെയും ഉൾക്കൊള്ളുന്നു. സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളിൽ കുടുംബങ്ങളിൽ വളർത്തുന്ന രീതി, സാമൂഹിക ബന്ധങ്ങൾ, വിദ്യാഭ്യാസം, സാമൂഹിക മാനദണ്ഡം എന്നിവ ഉൾപ്പെടുന്നു. പരിചരിക്കുന്നവരുമായുള്ള ബന്ധത്തിന്റെ ഗുണനിലവാരം പോലുള്ള ഒരാളുടെ വളർത്തലിന്റെ വൈകാരിക അന്തരീക്ഷം വൈകാരിക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. ഒരു ഘടകം ആധിപത്യം പുലർത്തുന്നതിന് പകരം ജനിതക മുൻകരുതലുകൾ, പാരിസ്ഥിതിക അനുഭവങ്ങൾ തമ്മിൽ ചലനാത്മകമായ ഇടപെടലാണ് വികസനത്തെ സ്വാധീനിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് ഉയർന്ന ബുദ്ധിശക്തി ഉള്ള ജനിതക സാധ്യതകൾ ഉണ്ടായിരിക്കാം, എന്നാൽ ഉത്തേജകമായ വിദ്യാഭ്യാസ അന്തരീക്ഷം കൂടാതെ ഈ സാധ്യത പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കില്ല. വിപരീതമായ പാരിസ്ഥിതിക ഘടകങ്ങൾ ചിലപ്പോൾ ജനിതക വൈകല്യങ്ങൾക്ക് കാരണമായേക്കാം. ഉദാഹരണത്തിന്, ഒരു ആരോഗ്യ വ്യവസ്ഥയ്ക്ക് ജനിതക മുൻകരുതലുകളുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യപരമായ ജീവിതശൈലി വഴി അത് ഒഴിവാക്കാം. വികസനത്തിന്റെ സ്വാധീനം, പാരമ്പര്യവും പരിസ്ഥിതിയും ജീവിതത്തിലുടനീളം ഇടപഴകുന്നു. ശാരീരികവും വൈജ്ഞാനികവും സാമൂഹിക വൈകാരികവുമായ വികാസത്തെ സ്വാധീനിക്കുന്നു. ജീനുകളുടെയും പരിസ്ഥിതിയുടെയും ആപേക്ഷിക സംഭാവനകൾ വ്യത്യസ്ത സ്വഭാവങ്ങളിലും വ്യക്തികളിലും വ്യത്യാസപ്പെടാം. Principle of interaction of maturation and learning. Maturation refers to the changes in the developing organism due to ripening of abilities, characteristics, traits, behavior due to training, etc. This principle states that the interaction of the maturity and learning process of an individual influences growth and development. പക്വത, മെച്ചുറേഷൻ, പ്രായത്തിനനുസരിച്ച് സ്വാഭാവികമായി വികസിക്കുന്ന ഒരു പ്രക്രിയയാണ് മെച്യൂരിറ്റി. വളർച്ചയും ഹോർമോൺ വികാസവും പോലുള്ള ശാരീരിക മാറ്റങ്ങളും മസ്തിഷ്ക വികാസവും മൂലം സംഭവിക്കുന്ന വൈജ്ഞാനികവും വൈകാരികവുമായ മാറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ലേണിംഗ് എന്ന് പറയുന്നത് അനുഭവങ്ങൾ, വിദ്യാഭ്യാസം, പരിസ്ഥിതിയുമായുള്ള ഇടപഴകൽ എന്നിവയിലൂടെ അറിവ്, കഴിവുകൾ, പെരുമാറ്റങ്ങൾ, മനോഭാവങ്ങൾ എന്നിവ നേടിയെടുക്കുന്നത് പഠനം ഉൾക്കൊള്ളുന്നു. പക്വതയും പഠനവും തമ്മിലുള്ള ഇടപെടൽ പല തരത്തിൽ മനസ്സിലാക്കാം. 1. തയ്യാറെടുപ്പ്. പക്വത ചില കാര്യങ്ങൾ പഠിക്കാനുള്ള സന്നദ്ധതയ്ക്ക് കടമൊരുക്കുന്നു. ഉദാഹരണത്തിന്, സങ്കീർണമായ ഒരു ഗണിതശാസ്ത്ര ആശയങ്ങളോ ഭാഷാ വൈദഗ്ധ്യമോ മനസ്സിലാക്കുന്നതിന് മുമ്പ് കുട്ടിയുടെ മസ്തിഷ്കം ഒരു നിശ്ചിത തലത്തിലുള്ള വികാസത്തിലെത്തിയിരിക്കണം. വികാസത്തിന്റെ പ്രത്യേക ഘട്ടങ്ങളിൽ ചില പെരുമാറ്റങ്ങളോ വൈജ്ഞാനിക കഴിവുകളോ എളുപ്പത്തിൽ നേടിയെടുക്കുന്നതിലൂടെ പക്വത പഠനത്തെ സുഗമമാക്കാം. ഉദാഹരണത്തിന്, ഒരു കൊച്ചുകുട്ടിയുടെ വർദ്ധിച്ചു വരുന്ന മോട്ടോർ കഴിവുകൾ, എഴുതാനും നടക്കാനും ഒക്കെയുള്ള കഴിവുകൾ, അവർ ശ്രമിക്കാൻ തുടങ്ങിയാൽ വേഗത്തിൽ നടക്കാൻ പഠിക്കാൻ അവരെ അനുവദിക്കുന്നു. നിയന്ത്രണങ്ങൾ, നേരെ മറിച്ച് പഠനാനുഭവങ്ങൾ പക്വതയെ സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന്, ഘടനാപരമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ശാരീരിക പരിശീലനം ചില കഴിവുകൾ അല്ലെങ്കിൽ ശാരീരിക കഴിവുകളുടെ വികസനം ത്വരിതപ്പെടുത്തും. ഇൻട്രാക്ഷൻ, രണ്ട് പ്രക്രിയകളും ജീവിതത്തിലുടനീളം ചലനാത്മകമായി ഇടപെടുന്നു. വ്യക്തികൾ പഠിക്കുമ്പോൾ അവരുടെ മസ്തിഷ്കം പക്വത പ്രാപിക്കുന്നത് തുടരുന്നു. ഇത് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ കഴിവിനെ ബാധിക്കുന്നു.
ഈ തുടർച്ചയായ ഇടപെടൽ ജീവിതകാലം മുഴുവൻ വ്യക്തിഗത വളർച്ചയും വികാസവും രൂപപ്പെടുത്തുന്നു. സ്റ്റേജസ് ഓഫ് ചൈൽഡ്സ് ഡെവലപ്മെന്റ്. Every child is a changing, growing and developing organism. Rousseau attempted to divide the child's development into 4 stages: infancy lasting up to 5 years, childhood lasting up to 12 years, adolescence up to 18 years, maturity from 18 years onwards. ജീൻ ജാക്ക് റൂസോ ശിശുവികസനത്തെ 4 ഘട്ടങ്ങളായി വിഭജിച്ചത് മനുഷ്യന്റെ വളർച്ചയെയും പക്വതയുടെയും പുരോഗതി മനസ്സിലാക്കുന്നതിന് ഒരു ചട്ടക്കൂട് നൽകുന്നു. ശൈശവം 5 വർഷം വരെ. ഈ കാലഘട്ടത്തിലെ സവിശേഷതകൾ ജനനം മുതൽ ഏകദേശം 5 വയസ്സ് വരെ ഉള്ള കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ദ്രുതഗതിയിലുള്ള ശാരീരിക വളർച്ച, അടിസ്ഥാന മോട്ടോർ കഴിവുകളുടെ വികസനം, ഓടാൻ നടക്കാനുള്ള കഴിവുകൾ, സെൻസറി വികസനം, ഭാഷാ സമ്പാദനത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ എന്നിവയാൽ ശൈശവം അടയാളപ്പെടുത്തുന്നു. സാമൂഹികമായി ശിശുക്കൾ പരിചരിക്കുന്നവരുമായി അറ്റാച്ച്മെൻറ്റുകൾ രൂപപ്പെടാനും അടിസ്ഥാന സാമൂഹിക ഇടപെടലുകൾ പഠിക്കാനും തുടങ്ങുന്നു. 12 വയസ്സ് വരെ, ഏകദേശം 6 മുതൽ 12 വയസ്സ് വരെ നീളുന്നു കുട്ടിക്കാലം. കുട്ടിക്കാലത്ത് ശാരീരിക വളർച്ചയും മോട്ടോർ കഴിവുകളും ശുദ്ധീകരണവും തുടരുന്നു. ഭാഷാ പ്രാവീണ്യം, പ്രശ്നപരിഹാരം, സാമൂഹിക മാനദണ്ഡങ്ങളെയും നിയമത്തെയും കുറിച്ചുള്ള അവരുടെ ധാരണ ഉൾപ്പെടെ വൈജ്ഞാനിക കഴിവുകൾ ഗണ്യമായി വികസിക്കുന്നു. കുട്ടികളും സൗഹൃദങ്ങൾ വികസിപ്പിക്കുകയും അവരുടെ താല്പര്യങ്ങളും കഴിവുകളും പര്യവേക്ഷണം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. 18 വയസ്സ് വരെയുള്ള കൗമാരകാലം പക്വത, വളർച്ച ഉൾപ്പെടെ പ്രായപൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട ദ്രുതഗതിയിലുള്ള ശാരീരിക മാറ്റങ്ങളാണ് കൗമാരത്തിൻ്റെ സവിശേഷത. പക്വത 18 വയസ്സ് മുതൽ. ഈ ഘട്ടം പ്രായപൂർത്തിയാവുന്നതിലേക്കുള്ള പരിവർത്തനത്തെ അടയാളപ്പെടുത്തുന്നു. അവിടെ വ്യക്തികൾ കൂടുതൽ സ്വാതന്ത്ര്യം നേടുകയും സ്ഥിരമായ ഐഡന്റിറ്റി സ്ഥാപിക്കുകയും വ്യക്തിപരവും തൊഴിൽപരവുമായ ലക്ഷ്യങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നു. ഉന്നത വിദ്യാഭ്യാസം, തൊഴിൽ പുരോഗതി, വിശാലമായ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. Concept, principles and stages of growth and development. Nature versus nurture. This concept explores the influence of genetics and environmental factors of an individual's growth and development. It suggests that both genetic predispositions and environmental experiences shape an individual's development. പ്രകൃതി, നേച്ചർ എന്നത് കണ്ണിൻ്റെ നിറം, ഉയരം, വ്യക്തിത്വത്തിൻ്റെ വശങ്ങൾ തുടങ്ങിയ സ്വഭാവവിശേഷങ്ങൾ ഉൾപ്പെടെ നമ്മൾ ആരാണെന്ന ഇതിന് ജനിതകമോ പാരമ്പര്യമോ ആയ ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മളുടെ മാതാപിതാക്കളുടെ ജനിതക കാര്യങ്ങൾ സ്വാധീനിക്കുന്ന സ്വഭാവ സവിശേഷതകളാണിത്. മറുവശത്ത് നർച്ചർ, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സാമ്പത്തിക നില, വിദ്യാഭ്യാസം, സാംസ്കാരിക പശ്ചാത്തലം എന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിലുടനീളം നാം തുറന്നു കാട്ടുന്ന പാരിസ്ഥിതിക ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നു. ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ പ്രകൃതിയും പോഷണവും നിർണായക പങ്ക് വഹിക്കുന്നു. ജനിതക ശാസ്ത്രം വികസനത്തിന് ഒരു ബ്ലൂ പ്രിന്റ് നൽകുമ്പോൾ പരിസ്ഥിതിക്ക് ഈ ജനിതക മുൻകരുതലുകൾ പരിഷ്കരിക്കാനോ മെച്ചപ്പെടുത്താനോ കഴിയും. ഒരു വ്യക്തിക്ക് പ്രത്യേക രോഗത്തിനുള്ള ജനിതക പാരമ്പര്യം ലഭിച്ചേക്കാം, എന്നാൽ പാരിസ്ഥിതിക ഘടകങ്ങളായ ഭക്ഷണക്രമവും ജീവിതശൈലിയും കൊണ്ട് ഈ പാരമ്പര്യത്തെ നിയന്ത്രിച്ച് നിർത്താം. Continuous versus discontinuous development. Continuous development suggests that skills and abilities develop gradually over time, while discontinuous development posits that development occurs in distinct stage with rapid changes. തുടർച്ചയായ വികസനം. ഈ വീക്ഷണം സൂചിപ്പിക്കുന്നത് വികസന ക്രമാനുഗതവും സഞ്ചിതവുമാണ്. ഇവിടെ പെട്ടെന്ന് ഉള്ള ഷിഫ്റ്റുകളോ വ്യത്യസ്ത ഘട്ടങ്ങളോ ഇല്ലാതെ കഴിവുകളും കാലക്രമേണ മെച്ചപ്പെടുന്നു. തുടർച്ചയില്ലാത്ത വികസനം ഗുണപരമായ മാറ്റങ്ങളാലും പെരുമാറ്റത്തിലോ ധാരണയിലോ കഴിവുകളിലോ ഉള്ള ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളാൽ അടയാളപ്പെടുത്തുന്ന വികസനം. വ്യത്യസ്ത ഘട്ടങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. Maturation refers to the biological unfolding of an individual genetic potential. It suggests that individuals go through a predetermined sequence of physical and cognitive changes as they grow and develop. പക്വത, മച്യൂരിറ്റി എന്നത് ഒരു വ്യക്തിയുടെ ജനിതക സാധ്യതകൾ വെളിപ്പെടുത്തുന്ന ജൈവ പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. ഒരു വ്യക്തി പ്രായമാകുമ്പോൾ ശാരീരികവും വൈജ്ഞാനികവുമായ കഴിവുകളിലെ ചില മാറ്റങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച ക്രമം പിന്തുടരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. Critical and sensitive periods. Critical periods are specific time frames when an individual is particularly sensitive to specific environmental influences. These periods are crucial for development of certain skills or abilities. Example, ഭാഷാ വികസനത്തിന് ഭാഷയുമായുള്ള സമ്പർക്കം നിർണായകമാണ്. Sensitive periods are broader time frames when an individual is more
receptive to learning and experiences in a particular area. Individual differences. This principle recognizes that individuals differ in their rates and patterns of growth and development. Factors such as genetics, environment, and personal experiences contribute to the individual differences. Proximodistal development and cephalocaudal development. Proximodistal development refers to the pattern of development where growth and control occurs from the center of the body outward. Cephalocaudal development refers to the pattern of development where growth and control occurs from the head downward. പ്രോക്സിമോഡസ്റ്റൽ വികസനം എന്നത് ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് പുറത്തേക്ക് വളർച്ചയും നിയന്ത്രണവും സംഭവിക്കുന്ന വികാസത്തിന്റെ മാതൃകയെ സൂചിപ്പിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കുട്ടികൾ അവരുടെ വിരലുകളുടെയും കാൽവിരലുകളുടെയും നിയന്ത്രണം നേടുന്നതിന് മുമ്പ് അവരുടെ പ്രധാന പേശികളിലും കൈകാലുകളിലും നിയന്ത്രണം വികസിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ശിശുക്കൾ ആദ്യം കഴുത്തും പേശികളും നിയന്ത്രിക്കാൻ പഠിക്കുന്നു. അവരുടെ തല നിവർന്നു നിൽക്കാനും പിന്തുണയോടെ ഇരിക്കാനും പഠിക്കുന്നു. വളരുമ്പോൾ ക്രമേണ കൈകളിലും കാലുകളിലും നിയന്ത്രണം നേടുന്നു. മറുവശത്ത് തലയിൽ നിന്ന് താഴോട്ട് വളർച്ചയും നിയന്ത്രണവും സംഭവിക്കുന്ന വികസനത്തിന്റെ മാതൃകയാണ് സെഫലോകൗഡൽ വികസനം സൂചിപ്പിക്കുന്നത്. ഇതിനർത്ഥം കുട്ടികൾ അവരുടെ താഴത്തെ ശരീരത്തിന്റെ നിയന്ത്രണം നേടുന്നതിന് മുമ്പ് അവരുടെ മുകളിലത്തെ ശരീരത്തിന്റെ നിയന്ത്രണം വികസിപ്പിക്കുന്നു എന്നതാണ്. ഉദാഹരണത്തിന് ശിശുക്കൾക്ക് അവരുടെ ശരീരവും കാലും നിയന്ത്രിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ തലയുടെയും കഴുത്തിന്റെയും പേശികളുടെ നിയന്ത്രണം ലഭിക്കും. നിൽക്കാനും നടക്കാനും കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ തല ഉയർത്തിപ്പിടിക്കാനും എഴയാനും പഠിക്കുന്നു. Developmental milestone are specific skills or abilities that are typically achieved within specific age ranges. These milestones serve as markers of typical development and can be used to monitor a child's progress. കുട്ടിയുടെ പുരോഗതി ട്രാക്ക് ചെയ്യുന്നതിനും അവർ പ്രായത്തിന് അനുയോജ്യമായ പ്രതീക്ഷകൾ നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങളായി വിവിധ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ് ഉപയോഗിക്കുന്നു. വൈജ്ഞാനിക കഴിവുകൾ, ഭാഷ, ആശയവിനിമയം, സാമൂഹികവും വൈകാരികവുമായ വികസനം. 3 മാസമാകുമ്പോൾ വയറ്റിൽ കിടക്കുമ്പോൾ തലയും നെഞ്ചും ഉയർത്തുക, ചലിക്കുന്ന വസ്തുക്കളെ കണ്ണുകൊണ്ട് പിന്തുടരുക. 3 മാസമാകുമ്പോൾ ശബ്ദമുണ്ടാക്കുക, തലയും നെഞ്ചും ഉയർത്തുക, ചലിക്കുന്ന വസ്തുക്കളെ കണ്ണുകൊണ്ട് പിന്തുടരുക. 1 വർഷമാകുമ്പോൾ പിന്തുണയില്ലാതെ ഇരിക്കുക, ഇഴഞ്ഞു നീങ്ങുക, കുറച്ച് വാക്കുകൾ പറയുക. 2 വർഷം കൊണ്ട് സ്വതന്ത്രമായി നടക്കുന്നു, 2 വാക്കുകളുള്ള മറ്റുള്ളവരെ അനുകരിക്കുന്നു, സ്വയം ഭക്ഷണം കഴിക്കുന്നതിനും വസ്ത്രധാരണത്തിനും കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നു. 4 വയസ്സിൽ ഒറ്റക്കാലിൽ ചാടുക, കത്രിക ഉപയോഗിക്കുക, കഥകൾ പറയുക, മറ്റുള്ളവരുമായി സഹകരിച്ച് കളിക്കുക. ഓരോ കുട്ടിയും അവരുടേതായ വേഗതയിൽ വികസിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. Stages of growth and development. Prenatal stage. This stage begins with the conception and continues until birth. It is divided into 3 trimesters and involves rapid physical and neurological development. Infancy. Infancy spans from birth to approximately 2 years. During this stage, infants experience significant physical growth, develop basic motor skills, and begin to communicate and form attachments. Early childhood. Early childhood covers a period from 2 to 6 years of age. Children in this stage continues to experience physical growth, refine motor skills, develop language abilities, and engage in imaginative play. Middle childhood. Middle childhood encompasses the age of 6 to 12 years. During this stage, children experience further physical growth, refine cognitive skill, develop social relationship, and acquire a sense of self-identity. Adolescence. Adolescence occurs from approximately 12 to 18 years of age. This stage is characterized by rapid physical changes, cognitive development, exploration of personal identity, and increased independence. Adulthood. Adulthood is a stage that follows adolescence and continues until the end of life. It is typically divided into early childhood, early adulthood, middle adulthood, and late adulthood. This stage involves further physical, cognitive, and psychosocial development as well as various life transitions and responsibilities.
Dimensions of growth and development. Physical development involves changes in body structure, motor skill, and overall physical health. Includes growth in height and weight, coordination, fine and gross motor skills, and sensory development, influenced by genetics, nutrition, exercise, and environmental factors. Intellectual development involves the growth and maturation of cognitive abilities and thinking process, includes aspects such as attention span, memory, language development, logical reasoning, and creativity. Influenced by genetic factors, environmental stimulation, educational experiences, and social interaction. Social development refers to the development of social skills, relationships, and the ability to interact with others, includes forming attachments, understanding social norms and expectations, empathy, cooperation, and conflict resolution, influenced by family, peers, cultural norms, and societal expectations. Emotional development involves the growth and management of emotions, feelings, and self awareness, includes recognizing and expressing emotions, understanding and regulating one's own emotions, empathy towards others, and coping with stress, influenced by genetic factors, family dynamics, social interaction, and cultural norms. Language development refers to the acquisition and use of language skills include listening, speaking, reading, and writing, influenced by genetic factors, exposure to language stimulation at home and in educational settings and social interactions.